Hello my dear students, so welcome back once again to Basil's Physics Classroom. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ മിനി ക്രാഷ് സീരീസ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുവാണ്. മുന്നേ ഞാൻ 2 ചാപ്റ്റേഴ്സ് മിനി ക്രാഷ് സീരീസിൽ എടുത്തിരുന്നു. അപ്പോൾ ഐ എം ഗോണ റീസ്റ്റാർട്ട് ദി സീരീസ് അഗെയിൻ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ JEE മെയിൻസിന്, അതുപോലെ നീറ്റിന്, അതുപോലെ കീമിന്, ഈ 3 എക്സാംസിന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ ദിസ് സീരീസ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, യു ഹാവ് ടു വാച്ച് ടിൽ ദ എൻഡ്. കാരണം 1-2 ക്വസ്റ്റ്യൻ കണ്ടു പോയിട്ട് ഒരു പ്രയോജനമില്ല. എല്ലാ കൺസെപ്റ്റ്സും കവർ ചെയ്യുന്ന രീതിയിൽ ഫുൾ ക്വസ്റ്റ്യൻസ് വാച്ച് ചെയ്യണം. അത് മാത്രം പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ അതിനുശേഷം യു ഹാവ് ടു വർക്ക് ഔട്ട് ദീസ് ക്വസ്റ്റ്യൻസ്. എന്നാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഓക്കെ, കണ്ടുപോയി മറന്നുപോയി ദർ ഇസ് നോ യൂസ്. യു ഹാവ് ടു വർക്ക് ഔട്ട്. വർക്ക്ഔട്ട് ചെയ്താൽ തീർച്ചയായും പ്രയോജനം ഉണ്ടാവും. അതിന്റെ എക്സ്ട്രാ ആയിട്ട് ഈ സെയിം കൺസെപ്റ്റ് വരുന്ന കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൂടി സ്വന്തമായിട്ട് വർക്ക് ചെയ്യുക, ഏതെങ്കിലും ബുക്സ് റെഫർ ചെയ്ത്, ദെൻ യു ആർ സെൽഫ് സഫിഷ്യന്റ് ടു ക്രാക്ക് ദി എൻട്രൻസ്. ഓക്കെ, അപ്പോ വൺ മോർ തിങ്, ആൻഡ് ഫോർ ഗെറ്റിംഗ് റെഗുലർ നോട്ടിഫിക്കേഷൻസ് ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഓൾസോ. ഓക്കെ, എന്നാലേ റെഗുലർ അപ്ഡേറ്റ്സ് വരത്തുള്ളൂ. ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയണമെങ്കിൽ യു ഹാവ് ടു ഡു ദാറ്റ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് സെമി കണ്ടക്ടേഴ്സിൽ പോയാലോ? And the first question is there for you on the screen. The logic circuit shown below has the input waveforms A and B as shown. Pick out the correct output waveform. Okay, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഞാൻ ഏകദേശം ബോർഡിൽ വരച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ മുന്നേ കണ്ടു കാണും. അപ്പൊ ഇവിടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോംസ് ആണ് ഗിവൺ. അപ്പൊ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ എയും ബിയും ആണ് ഇൻപുട്ട്സ്. ഇൻപുട്ട് വേവ് ഫോംസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ 4 ഓപ്ഷൻസ് ഓൾസോ ഐ ഹാവ് ഡൺ. അപ്പൊ ഇതാണ് നമ്മുടെ ഗേറ്റ്. 3 ഗേറ്റ്സ് ആണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. 2 നോട്ട് ഗേറ്റും ഒരു എന്ത് ഗേറ്റ് ആയത്? ഓർ പ്ലസ് നോട്ട്, എന്താ അത്? നോർ ഗേറ്റും അല്ലെ? സെമി കണ്ടക്ടേഴ്സ് വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് ആക്ച്വലി 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ നമുക്കൊരു ട്രയൽ ആൻഡ് എറർ ബേസ് ചെയ്ത് നമുക്ക് ചെയ്തു പോവാം. ഓക്കെ, അപ്പോ ഇവിടെ പോസിബിലിറ്റി ഉള്ളത്, എനും ബിനും പോസിബിലിറ്റി ഉള്ളത് 2 ഇൻപുട്സിനാണ്. ഇറ്റ് ക്യാൻ either be a 0 or 1. ഓക്കെ, അപ്പോ എ നമുക്ക് 4 ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. 0 0 0 1 1 0 1 1. ഓക്കെ, അപ്പൊ എന്റെ ബിന്റെയും പോസിബിലിറ്റീസ് ആണ് എഴുതിയിരിക്കുന്നത്. ഔട്ട്പുട്ട് വൈയും ഇവിടെ എഴുതാം. ഓക്കെ, അപ്പൊ 0 0 ഇൻപുട്ട് വന്നാൽ എന്ത് വരും നോക്കാം. 0 0 ഇവിടെ വന്നു. നോട്ട് ഗേറ്റിലൂടെ കയറി വരുമ്പോൾ 0 എന്താവും? 1 ആകും. ഇതും 1 ആകും. 1 1 ആണ് നമ്മുടെ നോർ ഗേറ്റിന് കൊടുക്കുന്നത്. ഐ ഹോപ്പ് യു റിമെമ്പർ ദ ട്രൂത്ത് ടേബിൾ ഓഫ് നോർ ഗേറ്റ്. ഓക്കെ, നോർ ഗേറ്റ് ഓർത്തില്ലെങ്കിലും ഓർ ഗേറ്റ് എങ്കിലും ഓർത്ത് വെച്ചാൽ മതി, പെട്ടെന്ന് ചെയ്യാം. 1 1 ഓറിന് ഇൻപുട്ട് കൊടുത്താൽ എന്ത് വരും? 1 വരും അല്ലെ? 1നെ ഇവൻ എന്ത് ചെയ്യും? ഈ നോട്ട് ഗേറ്റ് എന്ത് ചെയ്യും? ഇൻവേർട്ട് ചെയ്യും. സോ ദാറ്റ് ഔട്ട്പുട്ട് വിൽ ബി 0. അപ്പൊ 0 0 വന്നപ്പോൾ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. ഇനി അടുത്തത് നമുക്ക് 0 1 ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ 0 1, അപ്പൊ ഇവിടെ സെയിം തന്നെയാണ്, പ്രശ്നം മാറ്റമൊന്നുമില്ല. ഇവിടെ 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 0 ആണ് അല്ലെ? ഇനി ഇവിടെ ഇൻപുട്ട് വരാൻ പോകുന്നത് 1ഉം 0ഉം ആണ്. ഒരു ഓർ ഗേറ്റിന് 1ഉം 0ഉം കൊടുത്താൽ എന്ത് വരും? ഓർ ഗേറ്റിന് 1 വരും അല്ലെ? അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് 1 ആണ്. പക്ഷെ അറ്റത്തൊരു നോട്ട് ഉണ്ട്. നോട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? 1നെ നോട്ട് ചെയ്യുമ്പോൾ 0 വരും, അതും 0. അപ്പൊ ഇതും 0. റൈറ്റ്? അപ്പൊ അടുത്ത് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ഇത് 1 0 ഒന്ന് തിരിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ അടുത്തത് എന്തായാലും 0 തന്നെ ആയിരിക്കും. നാലാമത്തത് 1ഉം 1ഉം വരുമ്പോ വാട്ട് ഇസ് ദ റിസൾട്ട്? ലെറ്റ്സ് സീ. അപ്പൊ ഇവിടെ 1 വന്നു. 1നെ നോട്ട് ചെയ്യുമ്പോൾ 0 വന്നു. അപ്പൊ 0 0 ആണ് എന്തിന്റെ ഇൻപുട്ട്? ഈ ഗേറ്റിന്റെ, നോർ ഗേറ്റിന്റെ ഇൻപുട്ട്. അപ്പൊ ആദ്യം ഓർ ചെയ്യുന്നു. 0 + 0 0. നോട്ട് ചെയ്യുമ്പോൾ എന്ത് വന്നു? 1 വന്നു. 1 1 വരുമ്പോൾ മാത്രം 1 വരുന്നു. as you can see here, 1 1 വരുമ്പോൾ മാത്രം 1 വരുന്നത് ഏത് ഗേറ്റാ? ഇറ്റ് ഇസ് ആൻ ആൻഡ് ഗേറ്റ്. ഓക്കെ, അപ്പോ ആൻഡ് ഗേറ്റ് ആണ് നിങ്ങൾ ഓർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. യു ക്യാൻ സ്ട്രൈറ്റ് അവേ ലുക്ക് അറ്റ് ദ ഓപ്ഷൻസ് ആൻഡ് ട്രൈ ടു സോൾവ് ഇറ്റ് റൈറ്റ് നൗ. അപ്പോ 0 0 വരുമ്പോ 0 0 1 വരുമ്പോ 0 1 0 വരുമ്പോ 0 1 1 വരുമ്പോൾ മാത്രം 1. നോക്കാം ഏത് ഓപ്ഷൻ വരാന്ന്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോ ഈ ലോ താഴത്തേക്ക് വരച്ചേക്കുന്നത് 0 ആയിട്ടും, അതായത് ഈ താഴത്തേക്കുള്ളത് 0 ആയിട്ടും, മുകളിൽ വരുന്നത് നമ്മൾ 1 ആയിട്ടുമാണ് എടുക്കുന്നത്. അപ്പോ മുകളിൽ വരുന്ന 1 ആയിട്ടും താഴത്തേക്ക് വരുന്നത് 0 ലെവൽ ആയിട്ടുമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ 1 1
1 1 വരുമ്പോ എന്ത് വരണം? 1 വരണം. ഏതൊക്കെ ഓപ്ഷൻസിൽ വരുന്നു എന്ന് നോക്കാം. ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ ഇതെന്തായാലും അല്ല. സി നമ്മൾ ആദ്യമേ കളഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കിയാലോ. അടുത്തത് 0യും 1ഉം അല്ലെങ്കിൽ 1 0 അല്ലെ. അപ്പൊ ഇവിടെ 0 0 0 0 വരുമ്പോ 0 വരണം. ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് നോക്കണ്ടല്ലോ, ഓൾറെഡി ഔട്ട് അല്ലേ, ഇതും 0 ആണ്. അപ്പൊ അതും എല്ലാത്തിലും ഓക്കെയാണ്. അടുത്തത് 0യും 1ഉം. 0യും 1ഉം വരുമ്പോ ഏത് വരും നോക്കാം. 0 അല്ലേ വരണ്ടേ, നോക്കാം. ഇത് 0, അത് കറക്റ്റ് ആണ്. ഇത് 1 വന്നു, അപ്പൊ ഇത് തെറ്റാ. അപ്പൊ ബി ഈസ് ഔട്ട്. ഇനി ഡി നോക്കിക്കേ. സി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഡി നോക്കി, അത് 0 ആണ്, അപ്പൊ അതും കറക്റ്റ്. ഓക്കെ, അടുത്തത് 1ഉം 0യും വരുന്നു. 1ഉം 0യും വരുമ്പോ എന്ത് വരണം? 0 വരണം. നോക്കാം, ഇവൻ 0 ആണ്, കറക്റ്റ് ആണ്. ഇനി ഡിയോ 1 ആണ്, അപ്പൊ ഡി ഈസ് ഓൾസോ റോങ്. Which means, what is the correct answer? Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ചെയ്ത മെത്തേഡ് ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു 4 പോസിബിലിറ്റീസ് എഴുതാം. അതിനുശേഷം ഏതാണ് കറക്റ്റ് വരുന്നത് ചെക്ക് ചെയ്താൽ മതി. എളുപ്പമാണ് അല്ലെ? ഇനി മറ്റൊരു മെത്തേഡ് നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അതും ബേസിക് ലോജിക് ഇങ്ങനെ തന്നെ, ഫൈനലി ഇങ്ങനെ തന്നെ വരും. സ്റ്റാർട്ടിങ് ഒരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അതായത് എ അല്ലേ ഒരു ഇൻപുട്ട്, ബി മറ്റേ ഇൻപുട്ട് അല്ലേ. എ ഒരു നോട്ട് ഗേറ്റിന് കൊടുത്തു കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ ബാർ ഹിയർ. ബി നോട്ട് ഗേറ്റിന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ബി ബാർ കിട്ടും. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് y എന്തായിരിക്കും? ഇതൊരു നോട്ട് ഗേറ്റ് ആണല്ലോ. അപ്പൊ എ ബാർ ബി ബാറിനെ ആദ്യം ഓർ ചെയ്യും. അപ്പൊ എ ബാർ പ്ലസ് ബി ബാർ ഓർ ചെയ്തു. നോട്ട് ചെയ്യണ്ടേ? അപ്പൊ ഹോൾ ബാർ. ഇവിടെ നമ്മൾ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഡിമോർഗൻസ് ലോ എന്തായിരുന്നു? എ പ്ലസ് ബി ദ ഹോൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ ഇൻറ്റു ബി ബാർ. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ ബാർ ബാർ ബി ബാർ ബാർ. ഓൾറെഡി ഉള്ളതുണ്ട് ഒരു ബാർ, പ്ലസ് അനദർ കോംപ്ലിമെന്റ് ഓൾസോ. ബാറിനോ കോംപ്ലിമെന്റ് എന്ന് വിളിച്ചു. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എ ബാർ ബാർ വന്നാൽ എ തന്നെയാണ്, അതുപോലെ ബി എ ബി. y is equal to ab എന്ന് പറഞ്ഞാൽ ഏത് ഗേറ്റാ? ഇറ്റ് ഇസ് ആൻ ഗേറ്റ്. അപ്പൊ പിന്നെ ആൻ ഗേറ്റ് ട്രൂത്ത് ടേബിൾ ഓർത്ത് നോക്കണം അല്ലെ. അതാണ് നമ്മൾ കുറച്ചു മുമ്പ് എഴുതിയത്, ആൻ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. അപ്പൊ ആ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്ത് അഗെയിൻ നേരത്തെ ചെയ്തതുപോലെ 1 by 1 check out and get the answer. Okay, അപ്പോ either method you can do it, no problem, but I would personally prefer the first method. എനിക്ക് അതാണ് ബേസിക്കലി കൂടുതൽ ഇഷ്ടം, maybe because of that. അപ്പൊ anyway, you can choose whichever method you want to take. If Boolean expression experts ആണുള്ളവർ, you can do that, absolutely no problem. Okay, അപ്പൊ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോകാം. Right, and the next question is there on the screen for you. For a common emitter amplifier, the audio signal voltage across the collector resistance 2 kilo ohm is 2 volt. If the current amplification factor of the transistor is 200 and the base resistance is 1.5 kilo ohm, the input signal voltage and the base current are. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാ? ആർ സി തന്നിട്ടുണ്ട് അല്ലെ. എന്താ ആർ സി എന്ന് പറയുമ്പോൾ? കളക്ടർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയാം. വി ഔട്ട് അറിയാം, 2 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ബീറ്റ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നമ്മുടെ ബീറ്റയാണ്. അപ്പൊ ബീറ്റ കോമൺ എമിറ്റർ ആയതുകൊണ്ട് ബീറ്റ യൂസ് ചെയ്യുന്നു. ആർ ബി നമ്മുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ബേസ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജും ഐ ബിയും കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ട്രാൻസിസ്റ്റേഴ്സ് പഠിപ്പിച്ചപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പഠിപ്പിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു ആദ്യം തന്നെ ആ ഫിഗർ മനസ്സിലേക്ക് വരണം. ഇവിടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് അല്ലെ. ഇപ്പൊ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എമിറ്റർ ആണ് കോമൺ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും. ഫൈൻ. ഇനി കളക്ടർ ഇവിടെ വന്നു, അതുപോലെ ബേസ് ഇവിടെ വന്നു. അപ്പൊ ഈ ഫിഗർ മനസ്സിലേക്ക് ഓർമ്മ വരണം. അപ്പൊ ഇത് നമ്മുടെ കറന്റ് ഐ സി, റെസിസ്റ്റൻസ് ആർ സി, ഇത് നമ്മുടെ ഐ ബി ആൻഡ് റെസിസ്റ്റൻസ് ആർ ബി. ഫൈൻ. അപ്പൊ നമുക്ക് അറിയാവുന്ന എന്തൊക്കെയാണ്? വി ഒ എന്താണെന്ന് അറിയാം, വി ഐ അറിയത്തില്ല. ബീറ്റ അറിയാം, റെസിസ്റ്റൻസസ് അറിയാം. ഓക്കെ, അപ്പോ നമുക്ക് കണ്ടീഷൻസ് ഓർത്ത് നോക്കാം. പല ഗെയിൻസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. കറന്റ് ഗെയിൻ പഠിച്ചു, പിന്നെ ഏതാ പഠിച്ചത്? വോൾട്ടേജ് ഗെയിൻ പഠിച്ചു, പവർ ഗെയിൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഐ ഹോപ്പ് യു റിമെമ്പർ, നമ്മുടെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ വി ഔട്ട് ബൈ വി ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻടു ആർ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ആർ സി, ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആർ ബി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അറിയാൻ പാടാത്ത ടേം എന്താണ്? വി ഐ മാത്രമേ ഉള്ളൂ. കണ്ടുപിടിച്ചൂടെ? യെസ്. അപ്പൊ ഹൗ ടു ഫൈൻഡ് വി ഐ ഫ്രം ഹിയർ? വി ഒ is 2 volt, 2 divided by vi
which is equal to 200 into RC എത്രയാ 2 kilo ohm. 2 എന്ന് എഴുതുന്നുള്ളൂ കാരണം ഇവന്റെ കിലോയും ക്യാൻസൽ ആയി പോയിക്കോളൂ. This is 1.5. Fine. अब ये 2 में आदमी കളയുക. Right? So VI will be equal to 1.5 divided by 200. VI is equal to 1.5 divided by 200. Okay. But what is 1.5 divided by 200? That will be 0. Okay. 15 0, 150 0, 1500 വരുമ്പോ 7. Okay. പിന്നെ 100 വരും. ഒരു addition വരുമ്പോ 5. So this is equal to 7.5 10 raised to minus 3 volt. അപ്പൊ എന്താണ് ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത് 7.5 into 10 raised to minus 3 volt അല്ലെങ്കിൽ 7.5 മില്ലി വോൾട്ട് ആണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് IB കണ്ടുപിടിക്കണം അല്ലെ. നൗ ഇൻപുട്ടിലാണ് വരുന്നത്, VI ആണ് ഈ പറഞ്ഞത്. ഓംസ് ലോ ബേസ് ചെയ്ത് നമുക്കറിയാം VI എന്ന് വെച്ചാൽ IB into RB ആണ് അല്ലെ. വാട്ട് ഇസ് VI? 7.5 into 10 raised to minus 3 which is equal to IB എന്ന് പറഞ്ഞാൽ എത്രയാ? അതല്ലേ കണ്ടുപിടിക്കണ്ടേ. RB എത്രയാ? RB is 1.5 kilo ohm. Kilo means 10 raised to 3. Fine. ഇനി നമുക്ക് IB കണ്ടുപിടിക്കാം. IB will be equal to എത്ര വരും നോക്കാം. 7.5 divided by 1.5 എത്ര പ്രാവശ്യം പോകും? 7.5 1.5 6 4 പ്രാവശ്യം അല്ലെ. അപ്പൊ ഇവിടെ വരുമ്പോ 5 വരും. 5 into 10 raised to minus 6 ampere. Or നമുക്ക് ഇങ്ങനെ എഴുതാം 5 micro ampere എന്ന് എഴുതാം. So the current IB will be equal to 5 micro ampere. നമുക്ക് IC കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. So don't worry about it. Don't bother about it. Okay. അപ്പോൾ നമ്മൾ VI കണ്ടുപിടിച്ചു, അതുപോലെ IB യും കണ്ടുപിടിച്ചു. Clear ആണല്ലോ? So this is how you apply the concept that I taught you there. Okay. അടുത്തിലേക്ക് പോകാം. And the next question is the given circuit has two ideal diodes connected as shown in the figure below. The current flowing through the resistance R1 will be. അപ്പോൾ ഞാൻ ആ ഫിഗറിന്റെ ഡയഗ്രാം I have drawn it on the board. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഡയോഡ്സ് ഉണ്ട്, D1 ഉണ്ട് D2 ഉണ്ട് അല്ലെ. Now ഒരു 10 volt ബാറ്ററി ഉണ്ട് ഇവിടെ. റെസിസ്റ്റൻസ് R2 is here, R3 is here. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഓംസ് ലോ ബേസിക് ഐഡിയ വേണം. അതുകൂടാതെ എപ്പോഴാണ് when is the diode forward biased and when is the diode reverse biased, ആ കണ്ടീഷൻ ഇവിടെ ഓർത്ത് വെക്കണം. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആകണമെങ്കിൽ അവന്റെ പി സൈഡ് ഷുഡ് ബി കണക്റ്റഡ് ടു ദ ഹയർ പൊട്ടൻഷ്യൽ. അല്ലെങ്കിൽ ബാറ്ററി എടുക്കുമ്പോൾ അവന്റെ പോസിറ്റീവ്, ബാറ്ററിയുടെ പോസിറ്റീവ് പി സൈഡിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമേ ഡയോഡ് എന്താകുകയുള്ളൂ, ഫോർവേഡ് ബയസ്ഡ് ആവുള്ളൂ അല്ലെ. അപ്പൊ രണ്ട് ഡയോഡ്സ് ഉണ്ട്, ഡയോഡ് D1 ഉണ്ട് D2 ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ പറയാം ഇത് ഇവന്റെ എൻ സൈഡ് ആണ്, ഇത് ഇവന്റെ പി സൈഡ് ആണ്, ഇത് ഇവന്റെ പി സൈഡ്, ഇത് ഇവന്റെ എൻ സൈഡ്. ഡയോഡ് D1 നോക്കിക്കേ. ഡയോഡ് D1 നോക്കുമ്പോൾ ഇവന്റെ പോസിറ്റീവ് ടെർമിനൽ is actually coming over here, എൻ സൈഡിലാണ് വരുന്നത്. ഇവന്റെ പോസിറ്റീവ് ടെർമിനൽ ഡയോഡ് D1 ന്റെ എൻ സൈഡിലാണ് വരുന്നത്. അപ്പൊ ഇത് ഫോർവേഡ് ബയസ്ഡ് ആണോ റിവേഴ്സ് ബയസ്ഡ് ആണോ? പോസിറ്റീവ് ടെർമിനൽ പി സൈഡിൽ വേണം വരാൻ അല്ലെ, പക്ഷെ തിരിച്ചല്ലേ വരുന്നേ. which means ഇത് റിവേഴ്സ് ബയസ്ഡ് ആണ്. that is no longer there in the circuit. ഈ പാത്തിലൂടെ കറന്റ് ഫ്ലോ ചെയ്യത്തില്ല. അതായത് R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അവിടെ നോ ലോങ്ങർ വാലിഡ് അല്ല, ബിക്കോസ് അതിലൂടെ എന്തില്ല, കറന്റ് ഫ്ലോ ഇല്ല ബ്രാഞ്ചിലൂടെ. ഓക്കെ, അപ്പൊ ഇത് ബാക്കിയുള്ളത് നമ്മുടെ ഈ ഡയോഡാണ്. ഇത് ഫോർവേഡ് ആണെന്ന് നോക്കി, പോസിറ്റീവ് കണക്റ്റഡ് ടു ദ പി സൈഡ്, ഫോർവേഡ് ആണ്. ചില ക്വസ്റ്റ്യൻസിൽ ഇവര് ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെ പറയും, പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നീറ്റ് 2016 ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വി ക്യാൻ അസ്യൂം ദാറ്റ് ഫോർവേഡ് ബയസ്ഡ് ആണ് എന്ന് മാത്രമേ എടുത്താൽ മതി. ഇതിന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പോ റെസിസ്റ്റൻസോ ഒന്നും ബോധർ ചെയ്യണ്ട. അപ്പൊ നമ്മൾ ആ സർക്യൂട്ട് റീഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് സർക്യൂട്ട് ഇതാണ് വരുന്നത്. 10 വോൾട്ടിന്റെ ബാറ്ററി, റെസിസ്റ്റൻസ് R1 2 ohm, അതുപോലെ R3. ഓക്കെ, R2 നമ്മുടെ സർക്യൂട്ട് വരത്തില്ല ബിക്കോസ് there is no current flowing through that branch. R3യുടെ വാല്യൂ 2 ohm ആണ് അല്ലെ, 10 വോൾട്ട്. സോ ഇനി നമുക്ക് നോക്കാം R1 ഉം R3 സീരീസ് ആണോ പാരലൽ ആണോ? സീരീസ് അല്ലെ. അപ്പൊ രണ്ടും സീരീസ് ആണ്. സോ വാട്ട് ഇസ് ഈക്വലന്റ്? R2 + 2 4. ഇനി 10 വോൾട്ട് ആണ് ബാറ്ററി. അപ്പൊ I is equal to V by R equivalent. So V എന്താ 10, R എത്രയാ 4, which means that is 2.5 ampere. But 2.5 ampere is the current flowing through R1.
ഓക്കെ, അപ്പൊ ഈ D1 ഫോർവേഡ് ബയസ്ഡ് ആയിരുന്നെങ്കിൽ വാല്യൂ ഒക്കെ മാറും കേട്ടോ. അപ്പൊ D1 റിവേഴ്സ് ബയസ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് വാല്യൂ എങ്ങനെ കിട്ടിയത് 2.5 ആംപിയർ എന്ന് കിട്ടിയത്. അല്ലെങ്കിൽ ഒരു കറണ്ട് ഇതിലൂടെ പോകും. അപ്പൊ നമ്മൾ ഇത് രണ്ടും പാരലൽ ആയിട്ട് എടുത്തൊക്കെ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ദിസ് ബ്രാഞ്ച് ഇസ് നോട്ട് there because there is no current flow through that branch since the diode is reverse biased. Okay അല്ലേ? Okay, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Right, and the next question. A Zener diode has a breakdown voltage of 5 volt. The resistance required to allow a current of 100 milliampere through the Zener in reverse bias when connected to a battery of EMF 12 volt is. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്കുള്ളത് എന്താണ്? ഒരു Zener diode ആണ്. Zener diode നമുക്കറിയാം, ഇറ്റ് ഇസ് എ റിവേഴ്സ് ബയസ് PN ജംഗ്ഷൻ ആണ്, ഡയോഡ് ആണ്. ഇന്ന് Zener diode എന്ന് പറയുന്നത്. അപ്പൊ ഒരു Zener diode കണക്റ്റഡ് ആണ്. Zener diode അക്രോസ് ഉള്ള വോൾട്ടേജ് 5 വോൾട്ട് ആണ്. അവനിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? 100 മില്ലി ആംപിയർ ആണ്. അപ്പൊ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പോകുന്ന കറണ്ട് 100 മില്ലി ആംപിയർ ആകണമെങ്കിൽ വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് ദിസ് റെസിസ്റ്റൻസ്? അതാണ് ക്വസ്റ്റൻ. ഓക്കെ, അപ്പോ ഇവിടെ 12 വോൾട്ട് ആണ് ഈ ബാറ്ററിയുടെ വോൾട്ടേജ്. ഇതിനകത്ത് 5 വോൾട്ട് നമ്മുടെ Zener അക്രോസ് പോയി അല്ലെ. ബാക്കി എത്രയുണ്ട്? 12 5 കുറച്ചാൽ 7. അപ്പൊ ഈ റെസിസ്റ്റൻസ് അക്രോസ് അവൈലബിൾ ആയിട്ടുള്ളത് 7 വോൾട്ട് ആണ്. ഓക്കെ, നൗ 100 മില്ലി ആംപിയർ Zenerലൂടെ പോയാൽ ആ സെയിം 100 മില്ലി ആംപിയർ ആണ് ഈ റെസിസ്റ്ററിലൂടെ പോകുന്നത്, കാരണം സീരീസ് അല്ലേ. അപ്പോ ആറിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? 100 മില്ലി ആംപിയർ. അപ്പൊ നമുക്ക് ഇനി ആറ് കണ്ടുപിടിക്കാം. നമുക്കറിയാം V is equal to IR according to Ohm's law. So V എത്രയാണ്? 7, which is equal to I 100 മില്ലി ആംപിയർ 10 raised to minus 3. റെസിസ്റ്റൻസ് അറിയത്തില്ല, റൈറ്റ്. സോ ഇതെന്ത് വന്നു? 100 into 10 raised to minus 3 0.1 വന്നു. So 7 divided by 0.1 അല്ലെങ്കിൽ നമുക്ക് 70 എന്ന് കിട്ടും. So resistance is equal to 70 ohm. അപ്പൊ R ന്റെ വാല്യൂ 70 ohm ആണെങ്കിൽ then the current will be 100 milliampere through the Zener diode. Okay, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവില്ല. അപ്പൊ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഐഡിയ വിൽ ക്ലിക്ക് ഇമ്മീഡിയറ്റ്ലി. അപ്പൊ ഐഡിയ ക്ലിക്ക് ആയാൽ മനസ്സിലായല്ലോ, സംഭവം വളരെ സിമ്പിൾ ആണ് അല്ലേ? റൈറ്റ്, അപ്പൊ പ്രാക്ടീസ് ചെയ്യാം കൂടുതൽ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തേക്ക് പോയാലോ? റൈറ്റ്, and the next question. The truth table for the following logic circuit is. അപ്പോൾ നമ്മുടെ ഫിഗർ ഞാൻ ഇവിടെ ബോർഡിൽ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ തന്നിട്ടുള്ള ഫിഗർ കാണിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ as you can see 2 നോട്ട് ഗേറ്റ് ഉണ്ട്, 2 ആൻഡ് ഗേറ്റ് ഉണ്ട്, ഒരു ഓർ ഗേറ്റ് ഉണ്ട്. അപ്പൊ നേരത്തെ ക്വസ്റ്റൻ ഒക്കെ ചെയ്ത പോലെ ഇവിടെ 2 മെത്തഡോളജി നമുക്ക് അഡോപ്റ്റ് ചെയ്യാം ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ ഒന്നാമത് ഞാൻ വാല്യൂസ് കൊടുത്ത് കാണിച്ചു തരാം, അത് കഴിഞ്ഞ് ബൂളിയൻ ആൾജിബ്ര യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ആദ്യം സപ്പോസ് വി ആർ ഗിവിംഗ് ദ ഇൻപുട്സ് ആസ് 0 0 എന്ത് വരും നോക്കാം. അപ്പൊ 0 0 ഇൻപുട്ട് വരുമ്പോ അപ്പൊ ഇത് പാസിംഗ് ഓവർ ആണ് കേട്ടോ, ഇത് ക്രോസിംഗ് അല്ല, പാസിംഗ് ഓവർ ചെയ്തു. അപ്പൊ 0 വരുന്നാൽ ഇവിടെ 1 വരും, ഈ 0 ഇവിടെ 0 തന്നെ, ആൻഡ് ഗേറ്റില് അപ്പൊ 0 വന്നു. അപ്പൊ ഈ 0 ഇവിടെ വന്നു, ഇവിടെ 0 നോട്ടായി 1 വന്നു. ആൻഡ് വരുമ്പോ 0 1 വന്നാൽ 0 തന്നെ, ഓറില് എന്ത് വരണം? 0 തന്നെ വരണം. അപ്പൊ 0 0 വന്നാൽ ഔട്ട്പുട്ട് 0 ആണ്. അങ്ങനെ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? അങ്ങനെ 2 ഓപ്ഷൻസേ ഉള്ളൂ, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും. അപ്പൊ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നോക്കേണ്ട ആവശ്യമില്ല, വി ഹാവ് എലിമിനേറ്റഡ് ദാറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഈ 2 പേരിലും ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ് നോക്കാം. അപ്പൊ ഇത് 1 ഇത് 1 ഡിഫറെന്റ് ആയിട്ട് വരുന്ന 1 1 വരുമ്പോഴാണ് അല്ലെ. അപ്പൊ ഇനി 1 1 വരുമ്പോ എന്താണെന്ന് കൂടി നോക്കിയാൽ മതി, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ 2 ഇൻപുട്സ് നമുക്ക് ഇനിയും 1 1 കൊടുക്കാം. ഓക്കെ, അപ്പൊ എയും 1 ആണ്, ബിയും 1 ആണ്. അപ്പൊ എ 1 വരുമ്പോ നോട്ട് ചെയ്യുമ്പോ എന്ത് വരും? നമുക്ക് 0 വരും അല്ലെ. അതുപോലെ ബി ഇവിടെ 1 ആണ്, ബി ഇങ്ങനെ 1 വന്നു, ഇവിടെ വന്നു. ആൻഡ് ഗേറ്റിന് 0 1 വന്നാൽ 0 തന്നെ. ഇനി ഈ 1 ഇവിടെ കയറി വന്നു, നോട്ട് ചെയ്തു, അപ്പൊ 0 വന്നു. ഈ 1 ഇങ്ങനെ വന്നു, ഇവിടെ വന്നു. ആൻഡ് ഗേറ്റിന് 1 0 വന്നാൽ 0 തന്നെ. ഓർ ഗേറ്റിന് 0 0 വന്നാൽ എന്താണ്? 0 ആണ്. അപ്പൊ 1 1 വരുമ്പോഴും 0 ആണ്, അതുപോലെ 0 0 വരുമ്പോഴും എന്താണ്? 0 തന്നെയാണ്. അപ്പൊ ഒരൊറ്റ പോസിബിലിറ്റി അല്ലേ ഉള്ളൂ ഇവിടെ, ഏതാണ്? ഓപ്ഷൻ എ. 1 1 വരുമ്പോ 0 വരണം. ഓക്കെ, ഇനി നോക്കിക്കേ, 0 0 വരുമ്പോ 0, 1 1 വരുമ്പോ 0. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണ് അല്ലെങ്കിൽ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് ഇസ് 1. ഏത് ഗേറ്റ് ഓർക്കണ്ടോ? ഏത് ഗേറ്റാ? യെസ്, എക്സോർ ഗേറ്റ് നമ്മുടെ അല്ലെ, നമ്മുടെ എക്സോർ ഗേറ്റ് ആണിത്, മറക്കരുത് കേട്ടോ. ഞാൻ സെമി കണ്ടക്ടേഴ്സ് പഠിപ്പിച്ചു പറഞ്ഞിരുന്നു, എക്സോർ ഗേറ്റ് ആണ്. റൈറ്റ്, ഇനി ബൂളിയൻ ആൾജിബ്ര വെച്ച് എങ്ങനെയാന്ന് നോക്കിയാലോ. റൈറ്റ്, അപ്പോ ഇവിടെ നമുക്ക് എ ആണ്, എ
നോട്ട് ചെയ്യുമ്പോൾ എ ബാർ എന്നാകും. അതുപോലെ ബി ഇതിവിടെ വരുന്നു, ബി ഇവിടെ വന്നു. ഓക്കെ, അപ്പൊ എ ബി ആൻഡ് ചെയ്യുന്നു, അപ്പൊ എ ബാർ ബി എന്ന് വന്നു. അതുപോലെ എ ഇവിടെ വന്നു, ഒരു ബി ഇവിടെ വന്നപ്പോ നോട്ട് ചെയ്തപ്പോ ബി ബാർ ആയി. അപ്പൊ ഇത് എ ബി ബാർ ആയി. ഓക്കെ, അപ്പൊ എ ബാർ ബിയും എ ബി ബാറും എവിടെ വന്നു? ഓർ ഗേറ്റിൽ വന്നു. റൈറ്റ്, അപ്പൊ ഓർ ഗേറ്റിൽ വരുമ്പോൾ എന്ത് വരും? നമുക്ക് ഔട്ട്പുട്ട് y will be equal to OR ആണ്. അപ്പോ എ ബാർ ബി പ്ലസ് എ ബി ബാർ. Right? That is our A exclusive OR B, which is our XOR gate. അപ്പൊ അങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പൊ XOR ഗേറ്റിന്റെ ഏതാണ് കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ എന്ന് പിന്നെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. XORന്റെ ട്രൂത്ത് ടേബിൾ അറിയായിരിക്കും, അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്താലും ഉത്തരത്തിലേക്ക് വരാം. അപ്പൊ as I told you before, ഏത് മെത്തേഡ് വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കി ടക്ക് ചെയ്ത് വിട്ട് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓർ ഇത് വെച്ചാലും യു ഗെറ്റ് ദി ആൻസർ. ഓക്കെ, എനി മെത്തേഡ് യു ക്യാൻ അഡോപ്റ്റ് ഇറ്റ്. Clear ആണല്ലോ? Okay, we're moving on to the next one now. Pure silicon at 500 Kelvin has equal number of electron and hole concentrations of 1.5 into 10 raised to 16 per meter cube. Doping by indium increases NH to 4.5 into 10 raised to 22 per meter cube. The doped semiconductor is off. അപ്പോൾ ഇവിടെ അവർ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് കേസിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ് ആണെങ്കിൽ നമുക്കറിയാം ഒരു പ്യുവർ സിലിക്കൺ എടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു Ni. Ni എന്ന് വെച്ചാൽ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ അല്ലെ. അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു 1.5 into 10 raised to 16. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി ഡോപ്പ് ചെയ്തതിനു ശേഷം എന്ത് സംഭവിച്ചു? NH എത്രയായി? 4.5 into 10 raised to 22 ആയി NH. ഓക്കെ, അപ്പൊ അത് എന്ത് ടൈപ്പ് വെച്ചാണ് വാട്ട് ആർ വി ഡോപ്പിംഗ് ഇറ്റ് വിത്ത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി NEയും NH ഒക്കെ റിലേറ്റ് ചെയ്ത ഇക്വേഷൻ നമുക്ക് അറിയാം. Ne into NH which is equal to Ni square. Right? അപ്പൊ NH ഓൾറെഡി അറിയാം, Ne കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ Ne into NH എത്രയാ? 4.5 into 10 raised to 22. Ni square എത്രയാ? 1.5 into 10 raised to 16 the whole square. So Ne will be equal to 1.5 into 1.5 divided by 4.5 into 10 raised to 32 divided by 22. 10 raised to 22. Okay? അപ്പോ 1.5 4.5 നോക്കുമ്പോൾ എത്ര വരും? 3. ഇത് നോക്കുമ്പോൾ എത്ര വരും? 0.5. So that will be 0.5 into 10 raised to 10 raised to 10. Right? Or that is equal to 5 into 10 raised to 9. അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 5 into 10 raised to 9 ആണ്. Now tell me, Ne 5 into 10 raised to 9 ആണ്, NH 4.5 into 10 raised to 22 ആണ് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് ഹോൾസ് അല്ലേ കൂടുതല്? അതെ, നമ്പർ ഓഫ് ഹോൾസ് ആണ് കൂടുതലെങ്കിൽ അത് N ടൈപ്പ് ആണോ P ടൈപ്പ് ആണോ? ഏതാണ്? ഇറ്റ് ഇസ് എ P ടൈപ്പ്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? P ടൈപ്പ് with the number of electrons is equal to 5 into 10 raised to 9. Okay അല്ലേ? സംശയമുണ്ടോ? Okay, so we want to the next question now. A germanium specimen is doped with aluminium. The concentration of acceptor atoms is 10 raised to 21 atoms per meter cube. Given that the intrinsic concentration of electron hole pairs is 10 raised to 19 per meter cube, the concentration of electrons in the specimen is. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യനില് Na acceptor atoms ആണെന്ന് തോന്നുന്നു. Acceptors എന്ന് വെച്ചാൽ എന്താ ആക്ച്വലി? ആരെ ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഇലക്ട്രോണിന് വേറെ ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ആക്സെപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ആക്ച്വലി ദേ ആർ റെഫറിംഗ് ടു ഹോൾസ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ഹോൾസ് ആണ് നമ്മൾ ഈ നമ്പർ ഓഫ് ആക്സെപ്റ്റർ ആറ്റംസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഓരോ കറസ്പോണ്ടിങ് ആക്സെപ്റ്റർ ആറ്റത്തിനും ഒരു കറസ്പോണ്ടിങ് ഒരു എക്സ്ട്രാ ഹോൾ അവിടെ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് പറയാം ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു വാട്ട്? NH. ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു NH എന്ന് പറയാം. അപ്പൊ Na തന്നിട്ടുണ്ടല്ലേ, അപ്പൊ ഇനി എന്താ വേണ്ടത്? Ne വേണ്ടത് നമ്മുടെ ഇക്വേഷൻ Ni square is equal to Ne into NH. മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അതേ മെത്തഡോളജി ചെയ്യാം. അപ്പൊ ആക്സെപ്റ്റർ ആറ്റംസ് അല്ലെങ്കിൽ ഡോണർ ആറ്റംസ് എന്ന് പറയാം. ഡോണർ എന്ന് വെച്ചാൽ എന്താ? ഡോണർ എന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റുന്നത് ഇലക്ട്രോൺ. അപ്പൊ ഡോണർ എന്നാണ് ക്വസ്റ്റ്യനെങ്കിൽ Ne ആണ്, ആക്സെപ്റ്റർ എന്നാണ് ക്വസ്റ്റ്യനെങ്കിൽ NH ആണ് എന്ന് ഓർത്തോളണം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 10 raised to 19 whole square which is equal to Ne into NH എത്രയാണ്? 10 raised to 21. That will be 10 raised to 38 divided by 10 raised to 21
which is equal to NE. Okay, or നമുക്ക് ഇങ്ങനെ പറയാം NE is equal to 10 raised to 17. So the answer will be 10 raised to 17. Okay, എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്തിലേക്ക് പോകാം. A red LED emits light at 0.1 watt uniformly around it. The amplitude of the electric field of the light at a distance of 1 meter from the diode is. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? പവർ അറിയാം, നമുക്ക് R അറിയാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷൻസ് യൂസ് ചെയ്യണം. രണ്ട് കണ്ടീഷൻസ് നമ്മൾ എവിടെ പഠിച്ചെന്ന് അറിയോ? സെമി കണ്ടക്ടേഴ്സിൽ പഠിച്ച കണ്ടീഷൻസ് അല്ല യൂസ് ചെയ്യേണ്ടത് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരിക മോഡേൺ ഫിസിക്സ്, അതായത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച രണ്ട് കണ്ടീഷൻസ് ഇവിടെ യൂസ് ചെയ്യണം. ഇന്റൻസിറ്റിയുടെ രണ്ട് കണ്ടീഷൻസ്. ഒന്ന്, ഇന്റൻസിറ്റിക്ക് ഇങ്ങനെ ഒരു ഫോർമുല പഠിപ്പിച്ചു, പവർ ഡിവൈഡഡ് ബൈ 4πr² എന്നൊരു ഫോർമുല പഠിപ്പിച്ചു. അതുപോലെ ഇന്റൻസിറ്റി is also equal to half into epsilon 0 E0² into C എന്നൊരു കണ്ടീഷൻ പഠിപ്പിച്ചു അല്ലെ? ഇവിടെ നിന്ന് E0² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ E0² is equal to P by 4π∈0. ഓക്കെ, 4π∈0 2 മുകളിലേക്ക് വരും അല്ലെ? അപ്പോ 2p and c comes to the denominator by c. ഒരു r² ഓൾറെഡി അവിടെ ഉണ്ട്, അതോടെ കിടക്കട്ടെ. ഓക്കെ, ഇനി ആ വാല്യൂസ് സ്റ്റഡി ചെയ്ത് നോക്കാം. 2 into 0.1, ഈ 4π∈0 എന്ന് പറഞ്ഞാൽ 1/4π∈0 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 into 10 raised to 9 ആണ്. അപ്പൊ into 9 into 10 raised to 9 divided by CR². C എന്ന് വെച്ചാൽ എത്രയാ? 3 into 10 raised to 8. R 1 meter എന്ന് തന്നിട്ടുണ്ട്, അപ്പൊ 1. ഓക്കെ, അപ്പൊ 10 raised to 8, 10 raised to 9, ബാക്കി 10 വന്നു. 3യും 3യും പോയപ്പോ ബാക്കി എത്ര വന്നു? 3 വന്നു. അപ്പൊ 30 വരുന്നുണ്ട്. So that will be 30 into 2 എത്രയാണ്? 30 into 0.1 ആദ്യം ചെയ്യാം. അപ്പൊ നമുക്ക് 3 കിട്ടി. അപ്പൊ 6 കിട്ടി. E0² is equal to 6. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, E0 is equal to √6. √6 എന്ന് പറഞ്ഞാൽ approximately 2.45 as per the option. അപ്പൊ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്താ കിട്ടുന്നത്? 2.45. അപ്പൊ LED ബൾബ് എന്ന് പറയുന്നതുകൊണ്ട് മാത്രം ഈ ചാപ്റ്ററിൽ വന്നു. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എല്ലാം ഏത് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്? ഡ്യുവൽ നേച്ചറിൽ പഠിക്കുന്ന കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ ആൻസർ കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ JEE മെയിൻസിന് വന്നൊരു ക്വസ്റ്റൻ ആണത്. വെരി ഗുഡ് ക്വസ്റ്റൻ ആൻഡ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ഓൾസോ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, അടുത്ത സെനർ ഡയോഡിന്റെ ഒരു ക്വസ്റ്റൻ ചെയ്യാം. ഇൻ ദ സർക്യൂട്ട് ഗിവൺ ദ കറന്റ് ത്രൂ ദ സെനർ ഡയോഡ് ഇസ്. അപ്പൊ ഇവിടെ ക്വസ്റ്റനിൽ ഒരു സെനർ ഡയോഡ് നമുക്കറിയാം, അതിന്റെ വോൾട്ടേജ് 10 വോൾട്ട് ആണ് തന്നിട്ടുള്ളത്. ഒരു R2 റെസിസ്റ്റൻസ് ഉണ്ട്, R1 ഉണ്ട്, 15 വോൾട്ട് ആണ് ബാറ്ററി. കറന്റ് ത്രൂ ദ സെനർ ഡയോഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ കറന്റ് ത്രൂ ദ സെനർ ഡയോഡ് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാലോ. അപ്പൊ 10 വോൾട്ട് ആണ് സെനർ ഡയോഡിന്റെ വോൾട്ടേജ് പറഞ്ഞിട്ടുള്ളത്, which means ഇവൻ അക്രോസ് ഉള്ള വോൾട്ടേജ്, ഇവന് പാരലൽ ആയിട്ടാണ് നമ്മുടെ 1500 കിടക്കുന്നത്. അപ്പൊ ഇവൻ അക്രോസ് ഉള്ള വോൾട്ടേജും 10 വോൾട്ട് തന്നെയായിരിക്കും, ബിക്കോസ് ദാറ്റ് ഇസ് ദ സോൾ പർപ്പസ് ഓഫ് യൂസിങ് എ സെനർ അല്ലെ? സെനർ ആരുടെ ക്രോസ് കണക്ട് ചെയ്യുന്നു, അവന്റെ വോൾട്ടേജും സെനറിന്റെ വോൾട്ടേജ് തന്നെയായിരിക്കും. അപ്പൊ ഇവന്റെ വോൾട്ടേജ് എത്രയാ? 10 വോൾട്ട്. ഓക്കെ, അപ്പൊ ഇവന്റെ വോൾട്ടേജ് 10 വോൾട്ട് ആണെങ്കിൽ ഇവന്റെ കറന്റ് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് അറിയാം, വോൾട്ടേജ് പറയാം അല്ലെ? അപ്പൊ I is equal to V by R യൂസ് ചെയ്യാം. V എത്രയാ? 10 divided by 1500, right? So that will be 1 by 150 ampere. 1 by 150 ampere ആണ് കിട്ടുന്നത്. ഓർ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 0.10 0, 100 0, 150, 1000 എത്ര പ്രാവശ്യം പോകും? 2 3 4 5 6 ടൈംസ് പോകും. അപ്പൊ ഏകദേശം 0.0666 ആംപിയർ വരെ. ഓക്കെ, നൗ അപ്പൊ നമുക്ക് I എന്ന് ഞാൻ വിളിച്ചത് ഈ ബ്രാഞ്ചിനെയാണ്. അപ്പൊ നമുക്ക് I1 എന്ന് വിളിക്കാം. I1 കിട്ടി 0.006 ആംപിയർ കിട്ടി. ഇനി ഇവനെ ക്രോസ് 10 വോൾട്ട് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ആകെയുള്ളത് 15 വോൾട്ട് ആയിരുന്നു. അപ്പൊ 10 വോൾട്ട് ഇവനെ ക്രോസ് വന്നു, ബാക്കിയുള്ളത് എത്രയാ? ഒരു 5 വോൾട്ട് അല്ലെ? 10 വോൾട്ട്, ഇത് 15 വോൾട്ട്, ബാക്കിയുള്ളത് 5 വോൾട്ട്. അതായത് ഇവനെ ക്രോസ് വരാൻ പോകുന്നത് 5 വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് I കണ്ടുപിടിക്കാം. അഗൈൻ ഓംസ് ലോ, I is equal to V by R. V എത്രയാ? 5 divided by 500. That will be 1 by 100, which is equal to 0.01.
1 into 10 raised to minus 2 ampere. Okay. അപ്പോൾ ഇത് 0.06 ആംപിയർ, ഇത് 0.101 ആംപിയർ. ഓക്കെ. അപ്പൊ വരുന്ന കറണ്ട് എത്രയാണെന്ന് അറിയാം, ഇങ്ങോട്ട് പോകുന്ന കറണ്ട് എത്രയാണെന്ന് അറിയാം. അപ്പൊ ഈ കറണ്ട് കണ്ടുപിടിച്ചുകൂടെ? ഈ ജംഗ്ഷൻ എടുത്താൽ മതി. ഇവിടെ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാം. Kirchhoff's junction rule. Sum of currents entering a junction is equal to sum of currents leaving the junction. So that will be equal to 0.01 ആണ് entering. That is equal to leaving 0.006 plus Zener rule ഉള്ള current. But IZ will be equal to 0.01 minus 0.006. Right? അപ്പൊ എത്ര വരും ആൻസർ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. 0.01 0.006 അല്ലേ? അപ്പൊ ഇത് നമുക്ക് 10 വരും, ഇത് 0 വരും, അപ്പൊ ഇത് 4 വരും, 0.0. So answer will be 0.004 ampere അല്ലെങ്കിൽ 4 milli ampere എന്ന് പറയാം approximately. Okay. അപ്പൊ ഏതാ ഓപ്ഷൻ വരുന്നത് നോക്കുക and find the answer for that. Okay. ക്ലിയർ അല്ലേ മെത്തേഡ്? അപ്പൊ ഞാൻ സെനറിന്റെ 1-2 ക്വസ്റ്റ്യൻ ചെയ്യാൻ കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെനർ ഡയോഡ് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. There is a high chance of getting that question again. Okay. But make sure that you learn this method, how to solve this type of questions. Okay. അപ്പൊ ഞാൻ അതിലേക്ക് പോവാം. And the next question. The figure shows the logic circuit with two inputs A and B and output C. The voltage waveforms across A, B and C are given. The logic circuit gate is. അപ്പൊ ഇവിടെ ഫിഗർ ഞാൻ ബോർഡിൽ വരച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ എയും ബിയും ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്, സി ആണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പൊ ഇത് വെച്ച് നമുക്കൊരു ട്രൂത്ത് ടേബിൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ലോജിക് ഗേറ്റ് എന്ന് മനസ്സിലാവും. ഓക്കെ. അപ്പൊ നമുക്ക് ഇൻപുട്ട്സ് എഴുതാം, എയും ബിയും, അതൊരു ഔട്ട്പുട്ട് സി. ആദ്യം 0 വന്നപ്പോ ഔട്ട്പുട്ട് 0 ആണ്. അപ്പൊ 0 വന്നപ്പോ ഔട്ട്പുട്ട് 0. ഓക്കെ. ഇനി അടുത്തത് 1ഉം അതുപോലെ ഇത് ലോ ആണ്. അപ്പൊ 0 1ഉം 0 വന്നപ്പോ ഔട്ട്പുട്ട് 1 ആണ്. അപ്പൊ 1ഉം 0 വന്നപ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. ആലോചിക്കണം. അപ്പൊ എന്തായാലും ഇത് ആൻഡ് ഗേറ്റ് അല്ല. ഇനി അടുത്തത് എന്നാൽ നാൻഡ് ഗേറ്റ് വേണമെങ്കിൽ ആവുകയും ചെയ്യാം. റൈറ്റ്. 1ഉം 1ഉം വന്നപ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. 1ഉം 1ഉം വന്നപ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് 0ഉം 1ഉം കൂടെ നോക്കാം. 0ഉം 1ഉം വന്നപ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. 0ഉം 1ഉം വന്നപ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. ഇനി വല്ല നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എത്ര നോക്കിയാൽ മതി. 0 വന്നപ്പോൾ 0, 1 വന്നപ്പോൾ 1, 1 വന്നപ്പോൾ 1, 1 വന്നപ്പോൾ 1, which means ഇത് ഏത് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളാ? ഏത് ഗേറ്റിന്റെയാ? ഓർ ഗേറ്റ് അല്ലേ? യെസ്, ഇറ്റ് ഇസ് എ ട്രൂത്ത് ടേബിൾ ഓഫ് എൻ ഓർ ഗേറ്റ്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതിൽ നിന്ന് കിട്ടുന്നതാണെന്നറിയോ? ഫ്രം എ ഓർ ഗേറ്റ്. ഓക്കെ. അപ്പൊ ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ രണ്ടും 0 വന്നാൽ മാത്രമേ 0 വരത്തുള്ളൂ. ഓക്കെ. അപ്പൊ വേവ് ഫോം വെച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇറ്റ് ഇസ് ആക്ച്വലി വെരി സിമ്പിൾ. ഓക്കെ. അപ്പൊ മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ചില കേസസിൽ LED ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എത്ര മിനിമം വേവ് ലെങ്ത് ഉണ്ടെങ്കിലാണ് എമിറ്റഡ് ആകുന്നത് എന്നൊക്കെ വരാം. ഓക്കെ. അപ്പൊ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് E is equal to h nu അല്ലെങ്കിൽ E is equal to hc by lambda എന്ന ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. പിന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് അവിടെ നമ്മുടെ ഹാഫ് വേ റെക്ടിഫയർ ഫുൾ വേ റെക്ടിഫയറിന്റെ ഫിഗർ ഒക്കെ തന്നിട്ട് ഔട്ട്പുട്ട് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഹാഫ് വേവ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫുൾ വേവ് എന്ന് പറയുമ്പോൾ ഇവന്റെ ഇൻപുട്ട് വോൾട്ടേജ് തന്നെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത്. പക്ഷെ എന്താണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഏതിൽ വരത്തുള്ളൂ? ഹാഫ് വേവില്. ഫുൾ വേവ് ആണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവ് ഹാഫ് സൈക്കിളും വരും. ഓർക്കുക. മറ്റൊരു കാര്യം, IDC അല്ലെങ്കിൽ DC കറന്റ് ഒക്കെ പറയുമ്പോൾ ഒരു ഹാഫ് വേവ് ആണെങ്കിൽ IDC വിൽ കറസ്പോണ്ട് ടു I0 by pi ആയിരിക്കും. അതുപോലെ VDC എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, VDC എന്ന് പറഞ്ഞാൽ V0 by pi ആയിരിക്കും. ഇനി അതേസമയം ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ IDC will be equal to 2I0 by pi ആയിരിക്കും. ഓക്കെ. അതുപോലെ VDC ആണെങ്കിൽ 2V0 by pi ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ കണ്ടീഷൻസ് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അതും പരീക്ഷയ്ക്ക് പ്രീവിയസ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോ ബട്ട് എനിക്ക് ഏകദേശം ട്രാൻസിസ്റ്റേഴ്സിന്റെ ടോപ്പിക് പറഞ്ഞു, ലോജിക് സർക്യൂട്ട്സിന്റെ ടോപ്പിക് കവർ ചെയ്തു, അതുപോലെ സെമി കണ്ടക്ടേഴ്സിന്റെ ഇനീഷ്യൽ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. അപ്പൊ എല്ലാ ഏകദേശം റീജിയൻസ് ടച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇത് കൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ. നമ്മുടെ ഒരു 1 റൗണ്ട് ഓഫ് റിവിഷൻ കഴിയുമ്പോൾ ഇതിന് ടൈം കിട്ടുവാണെങ്കിൽ ഐ വിൽ ഡൂയിങ് ഇറ്റ് അഗെയിൻ. ഒരു റൗണ്ട് ഓഫ് റിപ്പിറ്റേഷൻ ഉണ്ടാവും സമയം കിട്ടുവാണെങ്കിൽ. ഓക്കെ. അപ്പൊ എനിവേ
practice more and more, then only you can score the questions from this chapter. And semiconductors question normally ഏത് എൻട്രൻസ് എക്സാം എടുത്താലും ഐ മീൻ JEE എടുത്താലും KEAM എടുത്താലും NEET എടുത്താലും നോർമലി ഈസി ആയിരിക്കും. And you are bound to get some questions from here. കേട്ടോ? So I hope you have understood what I have taught today. Okay, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ do feel free to comment below. Okay, അപ്പോൾ so till we meet with the next video. Thank you.